ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വഴുതനങ്ങ ഫ്രൈ ആക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കിവിടെ കുറച്ച് വഴുതനങ്ങ ഉണ്ട്. നമ്മളിവിടെ 2 വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് എങ്ങനെ ഫ്രൈ ആക്കാം എന്ന് നോക്കാം കേട്ടോ. വഴുതനങ്ങ നമ്മൾ ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതേപോലെ വട്ടത്തിൽ അരിഞ്ഞെടുക്കുക. അതിലേക്ക് മസാലയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ: 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി. ഇതിനകത്ത് ഗരം മസാലയ്ക്കകത്ത് ഗ്രാമ്പൂ, ഏലക്ക, കറുവപ്പട്ട അത് കടകളിൽ വാങ്ങാൻ കിട്ടും. അത് വാങ്ങിയത് നമ്മൾ പൊടിച്ചെടുത്തതാണ് ആ കൂട്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്കിതൊന്ന് മസാല പുരട്ടിയെടുക്കാം. പൊടികളെല്ലാം കൂടെ ഒരുമിച്ച് ആക്കി കുറച്ച് വെള്ളം ഒഴിച്ച് പുരട്ടിയെടുക്കാം. പേസ്റ്റ് പരുവത്തിലേക്ക് മസാലകളെല്ലാം കൂടെ പുരട്ടിയെടുക്കണം. ഒരുപാട് വെള്ളം കൂടി പോകരുത്. മസാലക്കൂട്ടുകളെല്ലാം നമ്മുടെ വഴുതനയിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. മസാലകളെല്ലാം നമ്മൾ അരിഞ്ഞു വെച്ച വഴുതനയിലേക്ക് ചേർത്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് അരപ്പുകളൊന്ന് പിടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. നമ്മൾ അടുപ്പ് കത്തിച്ച് ഒരു ചീനിച്ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് അതിലേക്ക് എണ്ണ ഒഴിക്കണം. ചട്ടി ഒന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് എണ്ണ ഒഴിക്കണം. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് എണ്ണ ഒഴിക്കാൻ പോവുകയാണ്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്യാം. നമ്മുടെ വഴുതനയിലേക്ക് നന്നായി മസാലയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ടേസ്റ്റി ആയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും. മീനൊക്കെ ഫ്രൈ ചെയ്യുന്ന പോലുള്ളൊരു ടേസ്റ്റ് ആയിരിക്കും. നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വഴുതനങ്ങ ഓരോന്നോരോന്നായി എടുത്തിടാം. നന്നായിട്ട് ഫ്രൈ ആവണം. നമുക്ക് തിളച്ച് വരുമ്പോഴത്തേക്ക് 2 പുറവും മറിച്ച് തിരിച്ച് ഇട്ട് കൊടുക്കാം. ഒരു വശം നന്നായി മുരിഞ്ഞ് വന്ന് കഴിയുമ്പോഴത്തേക്ക് മറുവശം കൂടെ തിരിച്ചിട്ട് കൊടുക്കണം. വഴുതനങ്ങ നന്നായിട്ട് മുരിഞ്ഞ് വരുന്നുണ്ട്. 2 വശവും തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കണം. തീ കുറച്ചേ ഇടാവുള്ളൂ. തീ ഒരുപാട് കൂട്ടിയിടരുത്. ചെറിയ തീയിലാണ് വേണ്ടത്. നമ്മുടെ സ്വാദിഷ്ടമായ വഴുതനങ്ങ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല രുചിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങൾ പറയണം. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ കുഞ്ഞുങ്ങൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം. ചാനൽ വിജയിപ്പിക്കണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നന്ദി.